ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലൻഡ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ് മക്കളെ, രണ്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? രണ്ട് ചാപ്റ്റേഴ്സ്, അതായത് അഡ്വാൻസ് ഇൻ കമ്പ്യൂട്ടിങ്ങും ICT ആൻഡ് സൊസൈറ്റിയും. അഡ്വാൻസ് ഇൻ കമ്പ്യൂട്ടിങ് 4 മാർക്ക് 5 മാർക്കേ ഉള്ളു. ദെൻ പിന്നെ എന്താണ് ICT ആൻഡ് സൊസൈറ്റി 9 മാർക്ക് മക്കളെ, 9 മാർക്ക്. 9ഉം 5ഉം 14 മാർക്ക് ഉണ്ട് കേട്ടോ. ഈ 14 മാർക്ക് നിസ്സാരമല്ല. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്താണ് കുറച്ച് ടഫാണ്. എങ്ങനെ ഇത് പഠിച്ചെടുക്കും? കാരണം മറ്റുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കുറച്ച് പ്രോഗ്രാമിംഗ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ലെവൽ വരുമെന്നൊക്കെ അറിയാം. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ് കുറച്ച് വില്ലന്മാരെ പോലെ എന്താണ് നിങ്ങൾ ആരും പഠിക്കാതെ മാറ്റി എന്താണ് സൈഡിൽ അങ്ങ് മാറ്റി വെച്ചേക്കാണ്. മക്കളെ, എന്താണ് ഈ ലൈവ് കാണുമ്പോൾ ഉറപ്പായിട്ട് ഈ രണ്ട് ചാപ്റ്റേഴ്സ് സെറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുവാണ്. മക്കളെ, ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് ഉറപ്പിക്കാം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അതിലൊരു മാറ്റമില്ല. സോ എന്താ മക്കളെ, ആദ്യമായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. യെസ്, നമുക്ക് ആദ്യമായിട്ട് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ സമാധാനമായിട്ട് കാണുക. പതുക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീഡ് വേണമെങ്കിൽ ജസ്റ്റ് സ്പീഡ് ഓപ്ഷൻ ഉണ്ട്, അവിടെ സ്പീഡ് കാണാം കേട്ടോ. അപ്പൊ എന്താണ് നിങ്ങൾ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ്, വാട്ട് യു മീൻ ബൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡിലായിക്കോട്ടെ. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഒരു ക്ലൗഡിലാണെങ്കിൽ നമ്മൾ എന്താ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. നമ്മളിപ്പം പ്രോസസ് ചെയ്യേണ്ട ഡേറ്റാസ് ആയിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ എല്ലാം അവിടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ക്ലൗഡ് അഥവാ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഈ ക്ലൗഡിന്റെ കുറെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുടെ അക്കൗണ്ടിൽ എന്താണ് മക്കളെ അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിനകത്താണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് കാണും. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ ഈ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നു. അതിന് നല്ല കപ്പാസിറ്റി ഉണ്ട്, ഹ്യൂജ് ഗോളി കപ്പാസിറ്റി ഉണ്ട്. അതിനെന്താണ് അത് നിങ്ങളുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോണിലൊരു ഡേറ്റ അടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഫോൺ വല്ല പൊട്ടിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതെന്താണ്, അത് ഫോണിൽ കിടക്കുന്ന ഡേറ്റയാണ്. ഇതല്ല, നിങ്ങളുടെ ഫോൺ പൊട്ടിപ്പോയി, നിങ്ങൾക്ക് ആ ഡേറ്റ ആക്സസ് ചെയ്യണം. എവിടെ സ്റ്റോർ ചെയ്യാം? ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ റിയൽ ലൈഫ് എക്സാമ്പിളും പറയുവാണ് ഇമെയിൽ ഒരു എക്സാമ്പിൾ ആണ്. ഇമെയിൽ എക്സാമ്പിൾ എങ്ങനെയാണ് മക്കളെ? ഇമെയിൽ നിങ്ങൾ കയറിയാണ്, ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ഇമെയിലെ ഫയൽസ് ഇപ്പോൾ ഒരു PDF സെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് എനിക്കിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് എനിക്കിപ്പോൾ എന്താണ് ഇമെയിൽ ആക്സസ് ചെയ്യാം. അതേപോലെ ഒരു കമ്പ്യൂട്ടർ പോയിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലല്ല, ഫോണിലല്ല, കമ്പ്യൂട്ടറിലല്ല, ലാപ്ടോപ്പിലല്ല. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലൗഡിൽ. ആകാശത്താണോ? അല്ല, അത് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അഥവാ ഇമെയിലിനാണെങ്കിൽ എന്താണ് ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞോ. യെസ്, നെക്സ്റ്റ് അതിന്റെ സർവീസ് മോഡൽസ് ഒക്കെയാണ്. ഫസ്റ്റ് നോക്കാം. SaaS അഥവാ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് വിളിക്കും. എന്താണ് സോഫ്റ്റ്വെയർ ആസ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയറിന് എന്താണ് എല്ലാ റിസോഴ്സും അതിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം സബ്സ്ക്രൈബേഴ്സിനാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സോഫ്റ്റ്വെയർ ആസ് സർവീസ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ആണ് അഡോബ്, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക് ഒക്കെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് എന്തുവാടാ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഡെവലപ്പ് ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും അത് ഫുള്ളി ഡിസൈൻ ചെയ്യാനും ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയും. എക്സാമ്പിൾ ഗൂഗിൾ ആപ്പ് എഞ്ചിൻ, ദെൻ മൈക്രോസോഫ്റ്റ് അസ്യൂർ, ദെൻ Force.com ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. IaaS എന്താണ്? നമ്മുടെ IAS ആണോ? മറ്റേ IAS ആണോ? അല്ല, എന്തുവേണ IaaS എന്ന് പറഞ്ഞാല് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരുന്നു. അതായത് നമുക്ക് എന്താണ് ഈ ക്ലൗഡ് മോഡൽ ആണെങ്കിൽ എന്താണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ, സർവർ, സ്റ്റോറേജ് സിസ്റ്റംസ്, നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സ്, ഡേറ്റാ സെന്റർ സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കുറെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലയോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ അതാണ് IaaS എന്ന് പറയട്ടോ. ഓർത്തിരിക്കുക. അപ്പൊ ആമസോൺ വെബ് സർവീസ്, ജോയിന്റ്, AT&T, ഗോഗ്രിഡ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഓർത്തിരിക്കുക, ഒരിക്കലും മിസ്സാക്കല്ലേ ഈ ക്വസ്റ്റ്യൻ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. എന്താണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം? അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാടാ? ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറയാമോ? യെസ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ കുറേ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അതിന്റെ എല്ലാ സ്റ്റോറേജ് ഡിവൈസ് എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ആക്കി വെക്കുന്നു.
എന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? നമുക്ക് എന്താണ് ഈ ക്ലസ്റ്റർ കമ്പ്യൂട്ടർ എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്ന ഒരു ലാനിലായിരിക്കും. അപ്പൊ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് ആകുമ്പോൾ നടക്കുക ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ ഡിഫറെന്റ് പാരലൽ തന്നെയാണ്, പാരലൽ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യത്തില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരുമിച്ച് കൂട്ടിയിട്ടായിരിക്കും ഇവിടെ പ്രോസസിങ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. കോസ്റ്റ് പറയുന്നുണ്ടല്ലേ, കുറെ കമ്പ്യൂട്ടേഴ്സ് കൂടുന്നില്ലേ, അപ്പൊ നമ്മുടെ കോസ്റ്റ് അവിടെ പറയുന്നുണ്ടല്ലേ. നെക്സ്റ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഫെയിൽ, കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വെക്കാം സ്കെയിലബിലിറ്റി. നമ്മുടെ ആണെങ്കിൽ പ്രൊസസർ ആയിക്കോട്ടെ നോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതോറും റിമൂവ് ചെയ്യുന്നതോറും എന്തുവാണ് നമുക്കാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വെക്കാം ഡിസ്അഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാമബിലിറ്റി ഇഷ്യൂസ്. പ്രോഗ്രാമബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് കൂടെ നമുക്കാണെങ്കിൽ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിന് എന്തുവാ ഡിഫറെന്റ് യൂസേഴ്സ്, ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തുമായിരിക്കും നമുക്ക് അവിടെ പ്രോഗ്രാമബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വെക്കാം പ്രോബ്ലം ഇൻ ഫൈൻഡിങ് ഫോൾട്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുവാണ്, ആ ഒരു സ്ട്രക്ചറിലാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുവാണ്, അത് കണ്ടുപിടിക്കാൻ വളരെ ടഫ് ആയിരിക്കും ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് അല്ലേ. യെസ്, ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. യെസ്, നെക്സ്റ്റ് അടുത്താണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. എന്താണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്? ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് കൂട്ട് തന്നെയാണ്. കുറെ കമ്പ്യൂട്ടേഴ്സ് എന്താണ്, കുറെ കമ്പ്യൂട്ടേഴ്സും അതിന്റെ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ എന്താണ് ഒരുമിച്ച് കൂട്ടുന്നത്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ടെലിഫോൺ ആയിക്കോട്ടെ, സെൻസേഴ്സ് ആയിക്കോട്ടെ, എല്ലാം കൂടെ ഒരുപാട് പല സ്ഥലത്തുള്ളതായിരിക്കും അല്ല. മറ്റേന്താണ് ഈ പറഞ്ഞ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഒരു ലാനിലായിരുന്നു, അതോ ഒരു ബിൽഡിങ്ങിനുള്ളിലായിരുന്നു. പക്ഷെ എന്താണ് ഈ പറഞ്ഞ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്തുള്ളത്, പല സ്ഥലത്ത്. അത് വയർലെസ് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നു, അങ്ങ് അമേരിക്കയിൽ വേറെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു, ദെൻ വേറെ സ്ഥലത്ത് വേറെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു അല്ലേ. അപ്പൊ അത്തരത്തിൽ പല സ്ഥലത്തുള്ള ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് പാരലലിയാണ് അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത്. അതായത് ഒരു അറ്റ് എ ടൈമിലാണെങ്കിൽ ഒരു പ്രോസസ്സിംഗ് ആണെങ്കിൽ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിൽ പാരലലി നടക്കുന്നു. അതാണെന്ത് ഈ പറഞ്ഞ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാൽ ക്ലിയർ അല്ലോടാ? യെസ്, ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എവിടെയൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്താണ് വെതർ ഫോർകാസ്റ്റിംഗ്, ജസ്റ്റ് എന്താണ് മാർക്കറ്റ് ഫോർകാസ്റ്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ എന്തുവാണ് മക്കളെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആ ഡിഫറെന്റ് ഏരിയാസിന്റെ കൂടെ ആ ഡിഫറെന്റ് ഏരിയാസ് ഡിഫറെന്റ് ഡിവൈസിൽ കണക്ട് ചെയ്യേണ്ടേ വയർലെസ് ആയിട്ട്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലയോ? ജസ്റ്റ് എന്താടാ മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്. ബയോ ഇൻഫർമാറ്റിക്സിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ എന്ത് യൂസ് ചെയ്യുന്ന മക്കളെ? ഈ പറഞ്ഞ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്തൊക്കെയുണ്ട്? കേപ്പബിൾ ടു സോൾവ് ലാർജർ മോർ കോംപ്ലക്സ് എല്ലാ ലാർജർ മോർ കോംപ്ലക്സ് പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മേക്സ് ബെറ്റർ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ കേട്ടോ. എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ ഒക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റമാണ് ഈ പറഞ്ഞ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് സ്കെയിലബിൾ ആണ്. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് ആഡ് ചെയ്യുന്നതോറും അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് പ്രോസസിംഗ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഡ് ഓഫ് ഇന്റർ കണക്ഷൻ കേട്ടോ. നമ്മുടെ ഇന്റർ കണക്ഷന്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും പ്രോസസിംഗ് സ്പീഡ് കൂടുന്നത്. അതായത് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിന്റെ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഒരു കമ്പ്യൂട്ടർ ഉള്ളപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ പ്രോസസറിന് സ്പീഡ് കുറവാണെങ്കിൽ അവിടെ എന്താണ് സ്പീഡ് ഓൾമോസ്റ്റ് കുറവായിരിക്കും. മനസ്സിലായോ? ഒരാളിപ്പം കൂട്ടത്തേക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സ്പീഡ് ഒരു മോശം വരികയാണെങ്കിൽ എല്ലാവരും അത് ബാധിക്കത്തില്ല. അത് തന്നെ പരിപാടി കേട്ടോ. നെക്സ്റ്റ് വെക്കാം ലൈസൻസിങ് ഇഷ്യൂസ് അക്രോസ് ഡിഫറെന്റ് സർവീസ് മേ അഫക്ട് വർക്കിംഗ് എ സർട്ടൻ ആപ്ലിക്കേഷൻസ്. നമ്മുടെ ലൈസൻസ് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് ഈ സർവീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് പഠിച്ചെങ്ങനെ എടുക്കണം, ഒരിക്കലും മിസ്സാക്കല്ല കേട്ടോ. യെസ്, ഫോർ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടേഷൻ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻ സാർ അതിന്റെ കൂടെ കമ്പ്യൂട്ടേഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട്, അതിന്റെ പാരഡൈംസ് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് CI അഥവാ കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടേഷൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ്. നമുക്കാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഇല്ലേ, റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒരുപാടുണ്ട്. നമുക്കാണെങ്കിൽ യെസ് ഓവറിനോ പറയേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ കോമൺ സെൻസ് ഇല്ലയോ. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ പല കാര്യങ്ങളുമാണെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ടെക്നോളജിയാണെന്ത്? കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ് അഥവാ AI ഒരു ബ്രാഞ്ച് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ബ്രാഞ്ച് ആണെന്ന് കമ്പ്യൂട്ടേഷൻ ഇന്റലിജൻസ് പറഞ്ഞാൽ. അപ്പൊ CI എന്ന് പറയും ഹ്യൂമൻ ബീയിങ്സിന്റെ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ടെക്നോളജി ആണെന്ത്? CI എന്ന് പറഞ്ഞാൽ. CIക്ക് 4 പാരഡൈംസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പാരഡൈംസ് പറയുന്നത്? അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത്? കമ്പ്യൂട്ടേഷണൽ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ ANN. നെക്സ്റ്റ് വൺ ഈസ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ EC. നെക്സ്റ്റ് വൺ ഈസ് സ്വാം ഇന്റലിജൻസ് അഥവാ SI. നെക്സ്റ്റ് ഫസി സിസ്റ്റം. ഇത് 4 എന്താണ് നമ്മുടെ ഈ പറഞ്ഞ
ഇതാണ് കമ്പ്യൂട്ടേഷൻസിന്റെ പാരഡൈംസ് ആണ്. ഈ 4 എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റം ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ റിസർച്ച് ആണെന്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഓരോ പോയിന്റ് വെച്ച് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻസിന്റെ കാര്യങ്ങൾ, ഓക്കെ, അതിന്റെ പാറ്റേൺ മാച്ചിങ്, പെർസെപ്ഷന്, മോഡി മൂവ്മെന്റ്സ്, നമ്മുടെ എന്താണ് മെമ്മറൈസ്, ജനറലൈസ്, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ന്യൂറൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ ഫുള്ള് റിസർച്ചിങ് ആണെന്ത് ഈ പറഞ്ഞ ANN എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, എന്താണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ അഥവാ EC എന്ന് പറഞ്ഞാൽ. EC എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ എവല്യൂഷൻ ഉണ്ടല്ലോ, നമ്മുടെ നാച്ചുറൽ എവല്യൂഷൻ. ആ നാച്ചുറൽ എവല്യൂഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണെന്ത് ഈ പറഞ്ഞിട്ടുള്ള അഥവാ ഒബ്ജക്റ്റീവ് സ്റ്റഡി ആണെന്ത് ഈ പറഞ്ഞ EC അഥവാ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് എല്ലാം യൂസ് ചെയ്യുന്ന ഡേറ്റ മൈനിങ് എന്ന ടെക്നോളജി ഉണ്ട്. ഡേറ്റ മൈനിങ് എന്ന പ്രത്യേക ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണ് ഈ ഡേറ്റ മൈനിങ് എന്ന് പറയാൻ പ്രത്യേകം ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പൊ ഡേറ്റ മൈനിങ്, ഫോൾട്ട് ഡയഗ്നോസിസ് എന്ന് പറയുന്ന ടെക്നോളജീസ്, പല ടെക്നോളജീസ് കേട്ടോ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്, EC യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്വാം ഇന്റലിജൻസ്. സ്വാം ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഡേറ്റ മൈനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഡേറ്റ മൈനിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറുവാണ് കേട്ടോ. യൂട്യൂബിൽ കയറുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഡേറ്റ എടുക്കുന്നു അല്ലേ, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ്സ് ഉണ്ടായിരിക്കും. യൂട്യൂബ് എന്ത് ചെയ്യും, ആ ഡേറ്റ എന്താണ് നമുക്കാണെങ്കിൽ പല അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. ഓക്കെ, അവിടെ കൊടുക്കും. അതായത് നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കുറെ കീവേഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടുള്ള ടെക്നോളജി എന്താ, നമുക്ക് അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് അടുത്ത സൈറ്റിൽ. ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ഷർട്ട് ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് എവിടെ കാണാം, നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും. അപ്പൊ അതിനെന്താണ് ഡേറ്റ മൈനിങ്ങിന്റെ ഒരു പാർട്ടാണ് ആ ഐറ്റം കേട്ടോ. അപ്പൊ അത് ഡേറ്റ മൈൻ ചെയ്യുക, നിങ്ങളുടെ അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക, അതാണ് ഡേറ്റ മൈനിങ് കേട്ടോ. ഒരുപാട് പഠിക്കാനുണ്ട്, വിഷയമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് പഠിക്കാൻ റൈറ്റോ ഡേറ്റ മൈനിങ്. നെക്സ്റ്റ് വെക്കാം സ്വാം ഇന്റലിജൻസ്. SI എന്ന് പറയുന്നത് നമ്മുടെ കോളനിയാണ് നമ്മുടെ വീട്. ആ കോളനീസ് അത് നമ്മുടെ നാട്ടിലെ ഒരു കോളനീസിൽ ഒരുമിച്ച് കൂട്ടി താമസിക്കുന്നവർ ഇല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ബേർഡ് ഫ്ലോക്സ്, ആൻഡിന്റെ കേട്ടോ, ഉറുമ്പിന്റെ ഒക്കെ എന്തുവാണ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണെന്ത് ഈ പറഞ്ഞ സ്റ്റഡി ഓഫ് കോളനീസ് കേട്ടോ. നമ്മുടെ സ്വാം അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റഡി ആണെന്ത് ഈ സ്വാം ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കാം ഫസി സിസ്റ്റം എന്ന് പറയും. ഫസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് കോമൺ സെൻസ്, യെസ് ഓർണോ പറയേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ. യെസ് ഓർണോ പറയും, യെസ് ഓർണോ അങ്ങനെ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പൊ അത്തരത്തിൽ ഒരു കോമൺ സെൻസ് രീതിയിൽ ടെക്നോളജി പറയുന്ന ഒരു അല്ലെങ്കിൽ കോമൺ സെൻസ് രീതിയിൽ നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ പറയുന്ന ഒരു ടെക്നോളജിയാണിത് ഫസി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെഹിക്കിളിന്റെ റിയൽ ഗിയർ ട്രാൻസ്മിഷൻ, ഗിയർ ചേഞ്ച് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതെന്താണ് ഒരു എക്സാമ്പിൾ ആണ്. കൺട്രോൾ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ എന്താണ് എക്സാമ്പിൾ ഓഫ് ഫസി സിസ്റ്റം ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടല്ലേ, കാരണം ഇത്ര സെക്കൻഡ് ചെയ്യുമ്പോൾ എന്താണ് പച്ച എത്തണം, ചുവപ്പ് എത്തണം, ആ ഒരു സിസ്റ്റം ഒക്കെ എന്താണ് ഇതിന്റെയൊക്കെ എക്സാമ്പിൾ കേട്ടോ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് വരെ പറഞ്ഞിട്ടില്ല. ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ്. ഫസ്റ്റ് വൺ ഈസ് ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ഫീച്ചേഴ്സ്, നമ്മുടെ ഈ പറഞ്ഞ ഫേസ് ആയിക്കോട്ടെ, പാം വെയിൻസ് ആയിക്കോട്ടെ, ഫിംഗർ പ്രിന്റ് ആയിക്കോട്ടെ, ഹാൻഡ് ജോമെട്രി ആയിക്കോട്ടെ, ഐസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഫീച്ചേഴ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നതാണ് മക്കളെ എന്ത് ഈ പറഞ്ഞ ബയോമെട്രിക്സ്. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ആധാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ആധാറിനകത്ത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ വരുന്നുണ്ട്, കണ്ണ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ ഫീച്ചേഴ്സ് ഒരിക്കലും തമ്പ് ഇംപ്രഷൻ മറ്റൊരാൾക്ക് വരത്തില്ല. ഓക്കെ, റെറ്റിന എന്താണ് ഒരിക്കലും അങ്ങനെ വരത്തില്ല, ഒരാളുടെ ഫീച്ചേഴ്സ് ഒരിക്കലും മറ്റൊരാൾക്ക് വരത്തില്ല. ഓക്കെ, റോബോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് റോബോട്ട്സിന്റെ ഒരു തിയറി അല്ലെങ്കിൽ ഫാബ്രിക്കേഷന്റെ സ്റ്റഡിയാണ് വിളിക്കുന്ന പേരാണ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. റോബോട്ട് എന്ന് പറഞ്ഞാൽ ചിട്ടി റോബോ മാത്രം, മനുഷ്യന്റെ ബിഹേവിയർ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല. നമുക്ക് എന്താണ് മെഷീനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാർ നിർമ്മാണ കമ്പനികൾ, ഒരുപാട് കാർ നിർമ്മിക്കണം. അപ്പൊ അത് മനുഷ്യന്മാർക്ക് മാത്രം പറ്റുമോ? പറ്റത്തില്ല. അതിന് റോബോട്ടുകളൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കുറെ വലിയ കാർ കമ്പനീസിലൊക്കെ നോക്കിയാൽ അവിടെ റോബോട്ടുകളാണ്. ഫോൺ നിർമ്മിക്കുന്നത് നമ്മുടെ ഏത് സിനിമയാടാ, ലവ് ടുഡേ സിനിമ ഉണ്ട്. ലവ് ടുഡേ ഒരു തമിഴ് പടമാണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് അവൻ വിവോയുടെ ഫോൺ ആണെങ്കിൽ അവന് ഈ പറഞ്ഞ വിവോയുടെ ഫോൺ ഈ പറഞ്ഞ മൊബൈലുകളിൽ എത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആദ്യം ഈ പറഞ്ഞ റോബോട്ട് ആണെങ്കിൽ ആ ഫോൺ നിർമ്മിച്ചിട്ട് അത് പാക്ക് ചെയ്തിട്ട് എന്താണ് ഈ പറഞ്ഞ പ്ലെയിൻ വഴിയാണെങ്കിൽ എവിടെ എത്തും, അവരുടെ നാട്ടിലെത്തും. ഓക്കെ, അത് കാണാൻ പറ്റുന്നുണ്ട്. മൊബൈൽ ഫോൺ കമ്പനീസ് ഈ പറഞ്ഞ വെഹിക്കിൾ ഇൻഡസ്ട്രീസിൽ, മിലിറ്ററിയിൽ, അഗ്രികൾച്ചറിലൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ റോബോട്ടിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയാണിത് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എടുത്ത് നോക്കാം കമ്പ്യൂട്ടർ വിഷൻ. എന്താണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആണെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞാൽ
ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, നമ്മുടെ ഈ പറഞ്ഞ ഒരു ഇമേജസിനെയൊക്കെ എടുക്കുക, ഇമേജസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണിൽ ഫേസ് റെക്കഗ്നേഷൻ, ഓക്കെ, ഫേസ് ലോക്ക് ഇല്ലയോ? ഫേസ് ലോക്ക് എന്ന് പറയുക എൻ്റെ ഇതിനകത്ത് ഫേസ് ലോക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മാത്രമേ എന്താണ് ഇത് റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഫേസ് കണ്ടിട്ട്, ഫേസ് ആണെങ്കിൽ ഇൻപുട്ട് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യും. അത് പിക്സൽസ് വഴി പ്രോസസ്സ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ പാറ്റേൺ നോക്കും അല്ലേ? നമ്മുടെ പാറ്റേൺ നോക്കിയിട്ട് പല ടെക്നോളജീസ്, നമ്മുടെ ഫേസ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് പല ടെക്നോളജീസ് ഉണ്ട് മക്കളെ ഇതിനകത്ത് കേട്ടോ. പാറ്റേൺ മാച്ചിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ടെക്നോളജീസ് നോക്കിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫേസ് ലോക്ക് വർക്ക് ചെയ്തത്. അപ്പോൾ അതൊരു ഫേസ് ലോക്ക് എന്താണ്, കമ്പ്യൂട്ടർ വിഷൻ്റെ എക്സാമ്പിൾ ആണ്. കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഡിവൈസ് ആയിക്കോട്ടെ, നമ്മുടെ ഇമേജ് എടുക്കും, വീഡിയോസ് എടുത്തോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെന്താണ്, അത് 2D എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ എന്താണ് 3D സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് എന്താണ് അതിനെ പാറ്റേൺ മാച്ച് ചെയ്ത ടെക്നോളജി ആണെന്ത്, കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്. എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്? അത് NLP എന്ന് പറഞ്ഞാൽ NLP എന്താണ് എക്സാമ്പിൾ ഓഫ് ആണ് ഈ പറഞ്ഞ സിറി ഒരു എക്സാമ്പിൾ ആണ്. ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ ആണ് എക്സാമ്പിൾ ഓഫ് NLP ഉണ്ടോ. അതായത് നമുക്ക് എന്താ വരികട, ഈ കമ്പ്യൂട്ടറിനാണെങ്കിൽ ഈ മനുഷ്യന്മാരുമായിട്ടാണെങ്കിൽ എന്താ മക്കളെ ഹ്യൂമൻ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആണെന്ത്, NLP അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ, ഓക്കെ, അഥവാ ASR. അഥവാ നമുക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ മലയാളം ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് ഒക്കെ എന്തുവാടാ ഇത് ഈ പറഞ്ഞ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പറയത്തില്ല ഹേ സിറി, ഇത് ഐഫോൺ അല്ല, ഇത് സാധാ ആൻഡ്രോയിഡ് കേട്ടോ. ഇപ്പൊ സിറി വിളി കേൾക്കത്തില്ല. ഐഫോൺ ആണെങ്കിൽ ഇതിനകത്ത് ഐഫോണിനകത്ത് വിളി കേൾക്കണ്ടേ, പക്ഷെ ഇതിനകത്ത് എനേബിൾ ആക്കിയിട്ടില്ല. അപ്പൊ എന്തും ആയിക്കോട്ടെ. അപ്പൊ അത്തരത്തിൽ നമ്മളിങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേട്ടിട്ടാണെങ്കിൽ എന്താ പറയാ, നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്കാണെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ടെക്നോളജി ആണെന്ന് ASR അഥവാ ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ അഥവാ OCR-ഉം HCR-ഉം. ഇത് രണ്ടും ഒരു ഇന്റഗ്രേറ്റഡ് പാർട്ടാണ്. അതായത് വരികൂടാ നമ്മുടെ ആണെങ്കിൽ സ്കാൻഡ് ഇമേജസിനൊക്കെ എന്തുകൂടാ, അഥവാ പ്രിന്റഡ് ടെക്സ്റ്റിന്റെ ഒക്കെയാണ് ഒരു പ്രിന്റഡ് ടെക്സ്റ്റ്, അതിന്റെ സ്കാൻഡ് ഇമേജസിനൊക്കെ എന്തുകൂടാ ഒരു ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ പ്രോസസബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആസ്കി കോഡിലോട്ടോ യൂണിക് കോഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക. അതാണെന്ത് ഈ പറഞ്ഞിട്ടുള്ള OCR-ഉം HCR-ഉം കേട്ടോ, ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് നോക്കാം, ബയോ ഇൻഫോർമാറ്റിക്സ്, നമ്മുടെ ബയോളജി സ്റ്റഡീസ് കേട്ടോ, നമ്മുടെ ബയോളജിക്ക് ഇൻഫർമേഷൻ, ഓക്കെ, നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ബയോളജി റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ സ്റ്റഡി ചെയ്യുന്നത് ഈ പറഞ്ഞ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കാം, എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട് കേട്ടോ, നമ്മുടെ +1 +2 ഞാൻ ഇടയ്ക്ക് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു കുട്ടി മാനാഞ്ചിറ സെന്ററിൽ ഇരുന്ന ഒരു കുട്ടിയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞത്. അവർക്ക് ബയോളജി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ, ചില സ്കൂളിലൊക്കെ ഉണ്ട് കേട്ടോ, IHRD-ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നോക്കാം, GIS അതായത് ജോമെട്രിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതായത് നമുക്ക് എന്തായിരിക്കും, നമുക്കാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വേരിയസ് പൊസിഷൻ, നമ്മുടെ എർത്ത് സർവീസിന്റെ വേരിയസ് എർത്ത് പൊസിഷൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി ആണെന്ന് ഈ പറഞ്ഞ GIS എന്ന് പറഞ്ഞോ. അപ്പൊ ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഇതിലെങ്കിലും 3-4 പഠിച്ചു വെച്ചേക്കുക. അത് ഞാൻ വീണ്ടും പറയട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീരിയൽ കമ്പ്യൂട്ടിങ്ങിന്റെ പാരലൽ കമ്പ്യൂട്ടിംഗ് ഡിഫറൻസ്. അതും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ്. നോക്കാം, ഇതൊന്നും നിങ്ങൾ മിസ്സാക്കില്ല കേട്ടോ. ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും. വീണ്ടും പറയട്ടോ. പിന്നെ ഇതിന്റെ ഡബിൾ ഇരട്ടി ക്വസ്റ്റ്യൻസ് എവിടെ കാണും? നിങ്ങൾ നാളെ ആണെങ്കിൽ സൂപ്പർ 60 വരുന്നുണ്ട്, നാളത്തെ ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് സീരിയൽ കമ്പ്യൂട്ടിംഗ് പറയുമ്പോൾ ഒറ്റ സിംഗിൾ പ്രൊസസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പാരലൽ കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊസസേഴ്സ് നമുക്ക് ഷെയർഡ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ സീരിയൽ കമ്പ്യൂട്ടിംഗ് പറയുമ്പോൾ എന്താണ് ഒരു പ്രോബ്ലത്തെ ആണെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് സ്ട്രക്ചർ ആയിട്ടാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തുവാടാ ഈ പറഞ്ഞ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കടാ ഡിസ്ക്രീറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുവാടാ നമ്മൾ കൺകറൻലി ഒരുമിച്ച് എന്താണ് സോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് വെക്കടാ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എക്സിക്യൂട്ട് സീക്വൻഷ്യലി വൺ ആഫ്റ്റർ, കാരണം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായിരിക്കും ഈ നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് പാരലി ആയിരിക്കും. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതേ അറ്റ് ആ ടൈമിൽ തന്നെ എന്താണ് അടുത്ത ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, only one instruction is executed at a single processor at any moment of time. ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ ഒരു സിംഗിൾ പ്രൊസസറിലാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് എ മൊമെന്റ് ഓഫ് ടൈമിൽ മൾട്ടിപ്പിൾ പ്രൊസസേഴ്സിലാണെങ്കിൽ എന്താ മക്കളെ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ അല്ല ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സീരിയൽ കമ്പ്യൂട്ടിംഗിന്റെയും പാരലൽ ഡിഫറൻസ് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സാർ ICT സൊസൈറ്റി പോവുകയാണ്. അപ്പൊ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 components of e-governance infrastructure. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വെക്കാം. ഫസ്റ്റ് വെക്കാം
ഇ ഗവർണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വിളിക്കും. അതായത് നമുക്ക് എന്താ പറയുക 3 പാർട്സിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, അതാണ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ. ദെൻ കോമൺ സർവീസ് സെന്റർ, പിന്നാണ് സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക്. ഇത് 3 എന്ത് നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ ഇ ഗവർണൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കേട്ടോ. അപ്പൊ ഈ ഒരു 3 പാർട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇവിടെ വെക്കാം സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ NEGP അഥവാ നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ എന്ന് വിളിക്കും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണെന്ത് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ ഓവറോൾ നമ്മുടെ ഡേറ്റാ മാനേജ്മെന്റിനെയും ദെൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും ഡിപ്ലോയ്മെന്റിനൊക്കെ ആണെങ്കിൽ അതിന്റെ ഓവറോൾ കോസ്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതിന്റെ കോസ്റ്റും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് SDC എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ടെക്നോളജിയാണ് KSWN എന്ന് പറഞ്ഞാൽ. അതാണ് കേരള സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കും. കേരള സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമായിരിക്കടാ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് SII കേട്ടോ. SII-യുടെ ഒരു ബാക്ക് ബോൺ, ഓക്കെ, ഒരു ബാക്ക് ബോൺ ആണെന്ത് ഈ പറഞ്ഞ KSWN എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ പറഞ്ഞ ഈ SII ആണെങ്കിൽ എന്താണ്, അഥവാ KSWN ആണെങ്കിൽ എന്താണ്, എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന് പറഞ്ഞ ഹബ്ബ് വഴിയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 14 ഡിസ്ട്രിക്റ്റിലെയും 152 ബ്ലോക്ക് പഞ്ചായത്തിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊരു പാർട്ടാണ്. നെക്സ്റ്റ് കോമൺ സർവീസ് സെന്റർ എന്നാണ് ഈ ഗവൺമെന്റിന്റെ ഒരു പാർട്ടാണ്. കോമൺ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗവൺമെന്റ്, പ്രൈവറ്റ്, സോഷ്യൽ സെക്ടറിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ് ആണ് കോമൺ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തുമായിരിക്കണം, അതായത് അഗ്രികൾച്ചർ സർവീസ്, ഹെൽത്ത് സർവീസ്, എന്റർപ്രൈനർ സർവീസ്, അതുപോലെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ അക്ഷയ സെന്റർ എന്തുവാടാ ഒരു കോമൺ സർവീസ് സെന്റർ എക്സാമ്പിൾ ആണ്. അക്ഷയ സെന്റർ, നിങ്ങളിപ്പോ അക്ഷയ സെന്ററിൽ പോയില്ലേ, അപ്പൊ അതൊരു അക്ഷയ സെന്റർ കോമൺ സർവീസ് സെന്റർ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ വെക്കാം. അക്ഷയ സെന്റർ ഇനിഷ്യലി ലോഞ്ച് ചെയ്ത് 2002 ലോഞ്ച് ചെയ്ത്. എവിടെ? മലപ്പുറംകാരൊക്കെ ഉണ്ടെങ്കിൽ അഭിമാനിച്ചു കേട്ടോ. അപ്പൊ അവിടെ എന്തൊക്കെ സർവീസ് ഉണ്ട്? ഈ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഗ്രാൻഡ്സ്, ഈ ഫില്ലിങ്, ഗ്രാൻഡ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പൈസ ഗ്രാൻഡുകളൊക്കെ ഇടാം. പിന്നെ ഈ ഫില്ലിങ്, ഈ ഡിസ്ട്രിക്ട്, നമ്മുടെ ഈ പറഞ്ഞ ഓൺലൈൻ, നമ്മുടെ ഈ പറഞ്ഞ സർക്കാർ സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ, റേഷൻ കാർഡ്, ഇലക്ട്രോണിക് കാർഡ്, ആധാർ കാർഡ്, ഓക്കെ, അതിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് എല്ലാം എവിടെ കൊടുക്കുന്ന ആധാർ ഇവിടെ പറയും അക്ഷയ സെന്റേഴ്സ് കൊടുക്കാം. അപ്പൊ അല്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും പലതും കേട്ടോ. ഈ പറഞ്ഞ ആധാർ കാർഡിന്റെ ഒന്നും പറ്റത്തില്ല, മറ്റേന്റെ അല്ല. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അതിന്റെ ഇ ഗവർണൻസിന്റെ ബെനിഫിറ്റ്സ് കൂടെ പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാടാ ബെനിഫിറ്റ്സ് ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഇ ഗവൺമെന്റ് സർക്കാർ. എല്ലാ ഗവൺമെന്റ് സർവീസിനെ ഓട്ടോമേറ്റഡ് ആക്കുന്നു. അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയച്ചു, ആ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ റോൾ അവിടെ ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക മാത്രം നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു, അതിന്റെ ജോലി ചെയ്യേണ്ടത് സർക്കാർ ഓഫീസിലാണ് അല്ലേ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട, നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്നോളൂ. നെക്സ്റ്റ് വെക്കാം, സ്ട്രെങ്തൻ ദ ഡെമോക്രസി സ്ട്രെങ്ത് ആക്കുന്നത്, നമ്മുടെ ജനാധിപത്യം സ്ട്രെങ്തൻ ആക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലടാ, ചെയ്യുന്നുണ്ട്. സോ എന്തായിരിക്കടാ ഡെമോക്രസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മോർ ട്രാൻസ്പെറൻസി, ഒരു പരിപാടി നടക്കത്തില്ല മക്കളെ. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു, നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കാണും, അതനുസരിച്ച് എന്താണ് ആ ആപ്ലിക്കേഷൻ എടുക്കത്തുള്ളൂ. അല്ല വേറെ ഒരാളെ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ 101 ആണെങ്കിൽ 101 കഴിഞ്ഞിട്ടേ 102 എടുക്കത്തുള്ളൂ. ട്രാൻസ്പെറൻസി, സുതാര്യതയുണ്ട്. നെക്സ്റ്റ് മാക്സ് എവറി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് റെസ്പോൺസിബിൾ. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ഇത് ഓൺലൈൻ വഴിയുള്ള പരിപാടിയാ, ഒരു കളി നടക്കത്തില്ല, ഉത്തരവാദിത്തം വരും. നെക്സ്റ്റ് സേവ് അൺനെസസറി വിസിറ്റ് ഓഫ് ദി പബ്ലിക് ഓഫീസ്. നമുക്ക് പബ്ലിക് ഓഫീസസിലൊക്കെ പോയി വരാൻ എന്താണ് വളരെ സമയം എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. അപ്പൊ എന്താണ് ഇത് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ചാലഞ്ചസ് കൂടെ നോക്കാം. ദോസ് ഹൂ ലീവ് ഇൻ ദ റിമോട്ട് ഏരിയസ് കേട്ടോ. റിമോട്ട് ഏരിയസ്, കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ ചില നാട്ടുകളിലൊക്കെ കുഗ്രാമങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ ലോവർ ഇ ലിറ്ററസി, നമുക്ക് ഈ പറഞ്ഞ ഈ ടെക്നോളജിയെ പറ്റി അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, അതിന് വളരെ തട്ടുകേടാണ് ഈ ഒരു ഐറ്റം കേട്ടോ. നെക്സ്റ്റ് വൺ ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻ ബീങ് കമ്പ്യൂട്ടർ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലേ ഈ പറഞ്ഞ ഇ ഗവർണൻസ് സൈറ്റ് എന്ന് പറയട്ടോ. അപ്പൊ അത്തരത്തിൽ ഇ ഗവർണൻസ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈബർ അറ്റാക്ക് നേരിടാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് വളരെ സൈബർ അറ്റാക്ക് നേരിടാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ ഇ ഗവർണൻസ് വെബ്സൈറ്റിനുണ്ട്. നെക്സ്റ്റ് യൂഷ്വലി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. നമുക്ക് ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ആക്കാൻ നല്ല പൈസയാണ്. ഇതിന്റെ സർവർ കോസ്റ്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല കോസ്റ്റ് ആണ്. നെക്സ്റ്റ് മെനി പീപ്പിൾ ആർ ആൻഷ്യസ് അബൌട്ട് ഷെയറിംഗ് ദെയർ പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, ബയോമെട്രിക് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവർക്കും വളരെ പേടിയുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കടാ, ഇന്റഗ്രിറ്റി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇസ് വെരി മസ്റ്റ് എസെൻഷ്യൽ ഫോർ ദി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇ ഗവർണൻസ് കേട്ടോ. നമുക്കാണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒരുമിച്ച് കൂട്ടാൻ എന്താണ് മക്കളെ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതൊക്കെ എന്തുവാണ് ഈ പറഞ്ഞ ചാലഞ്ചസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
അതിന്റെ ഒരു വെബ്സൈറ്റോട് പരിചയിച്ചേക്കുക, dhsc.kerala.gov.in. എന്താണ് ഈ ഡി ഡിസ്ട്രിക്ട്, ഇൻകം ടാക്സ്, കേരള MVD, RTI, IT മിഷൻ, സ്പാർക്ക്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. യെസ്. നെക്സ്റ്റ് വെക്കാം, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് EPS. എന്താണ് EPS എന്ന് പറഞ്ഞാൽ? എന്നിട്ട് അഡ്വാൻറ്റേജ് ഓഫ് ഈ ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുക. EPS എന്ന് പറയുന്നത് നമ്മുടെ ബയേഴ്സിനും സെല്ലേഴ്സിനും ഇടയ്ക്കാണെങ്കിൽ, ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് അടക്കുക. അതിനെന്ത് വിളിക്കാം? EPS എന്ന് വിളിക്കാൻ പറ്റും. EPS എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പറയും കേട്ടോ. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഫോൺ പേ, ഗൂഗിൾ പേ പറഞ്ഞിട്ടില്ല. ഓക്കെ, ചെക്ക്, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് EPS പറയാം. ഓക്കെ, ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജ് പറയാം. എന്താണ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എവിടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ള, മലയാളം ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും, ദെൻ വീട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ജിയോഗ്രഫിക് ലിമിറ്റേഷൻസ് ഇല്ല. ഈ ബിസിനസ് റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്. നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ലൊക്കേഷനിൽ പോകേണ്ട കാര്യമുള്ള, പോകേണ്ട കാര്യമില്ല, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്ത്യ വിനിമയം ഇല്ല, ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. നിങ്ങൾ ഈ പറഞ്ഞ ബീഹാറിലാണ് സാധനമെങ്കിൽ ബീഹാറിൽ ജസ്റ്റ് എന്നാണ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്താൽ മതി അല്ലയോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് എന്നാണ് അത് ട്രാവൽ ടൈം കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇറ്റ് റിമൈൻസ് ഓപ്പൺ ഓൾ ദി ഡേ. എല്ലാ ടൈമിലും ആമസോൺ വെബ്സൈറ്റ് ഓപ്പൺ അല്ല, ഇവിടെ ഓപ്പൺ ആണ്. സോ എന്തായിരിക്കും ട്രാവൽ ടൈം കോസ്റ്റ് കുറയുന്നുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ ലൊക്കേറ്റ് ദ പ്രൊഡക്റ്റ് ക്വിക്കർ, വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് കേട്ടോ. നമുക്ക് ആ പ്രൊഡക്റ്റിന് എന്താണ് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് എന്നാണ് നമുക്കാണെങ്കിൽ ക്വിക്കായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കണം, അതിന്റെ വെബ്സൈറ്റ് IRCT, ആമസോൺ, eBay, LIC ഒക്കെ എക്സാമ്പിൾസ് ഓഫ് ഈ ബിസിനസ് വെബ്സൈറ്റ് കേട്ടോ, ഓർത്തിരിക്കണേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ലേണിംഗ് ടൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ലേണിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോക്കാം, ബുക്സ് ആണ്. ബുക്സ് റീഡർ എന്ന് പറയുന്ന ഒരു കട നമുക്കാണെങ്കിൽ അതൊരു ഡിവൈസ് ആണ്. ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് ആണ്. നമുക്കാണെങ്കിൽ ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസിനൊക്കെ ആണെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റിയ ടെക്നോളജിയാണ് ബുക്സ് റീഡർ. നെക്സ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസിനൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഒന്നെങ്കിൽ ഓഡിയോയിലോ വീഡിയോയിലോ നമുക്ക് എന്താണ് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ്. നെക്സ്റ്റ് ഓൺലൈൻ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് പേഴ്സൺസ് ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ചാറ്റ് എന്ന് പറഞ്ഞോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം, എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് ലേണിംഗ്. ഫസ്റ്റ് നോക്കാം, അഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് എന്താണ് ലേണിംഗ് ഹാസ് ആണ്. ലേണിംഗ് എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് കോഴ്സ് എന്താണ് നമുക്ക് ഡിസ്റ്റന്റ് ലൊക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ലേണിംഗ് മസ്റ്റ് ലെസ്റ്റ്. കാരണം എന്താണ് നമുക്ക് ഇവിടെ ജേണി ടൈം ഇല്ല, അവിടെ പോയി പഠിക്കേണ്ട കാര്യമില്ല, ഇൻസ്ട്രക്ടർ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. നെക്സ്റ്റ് നോക്കാം, പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. കാരണം ഇപ്പം നമ്മുടെ സൈഡിൽ തന്നെ എന്താണ് വെറും 4000 രൂപയ്ക്കുള്ള കോഴ്സ് ഫീ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറവില്ലേ. അപ്പൊ അത്തരത്തിൽ കോസ്റ്റ് കുറവാണ്. നെക്സ്റ്റ് എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സ് ഇല്ലയോ. കാരണം ഓൺലൈൻ കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഫെസിലിറ്റി ഒരുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നില്ലേ. നെക്സ്റ്റ് നോക്കാം, ടൈം ആൻഡ് പ്ലേസ് നോട്ട് കൺസ്ട്രെയിൻ. കാരണം നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നുണ്ടോ, നാട്ടിൽ ഇരിക്കുന്നുണ്ടോ, ജംഗ്ഷൻ ഇരിക്കുന്നുണ്ടോ നോക്കേണ്ട കാര്യമില്ല, അതെന്താണ് കൺസ്ട്രെയിൻ അല്ല. ഓക്കെ, യെസ്, അത് വേണ്ട, കൺഫ്യൂസ് വരണ്ട. നെക്സ്റ്റ് നോക്കാം, ഇഗ്നോ അതൊരു എക്സാമ്പിൾ ആണ്, MBTL എക്സാമ്പിൾ, NCERT എക്സാമ്പിൾ, സ്പോക്കൺ ട്യൂട്ടോറിയൽ, W3 സ്കൂള്, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾ കേട്ടോ. സൈലം അതൊരു എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സൈബർ ക്രൈംസ് അഗൈൻസ്റ്റ് ഇൻഡിവിജ്വൽ, അതായത് വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈംസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തുക. അല്ലേ, ക്രെഡിറ്റ് കാർഡ് നമ്പർ, ഡെബിറ്റ് കാർഡ് നമ്പർ, ആധാർ നമ്പർ ഒക്കെ ചോർത്ത് അല്ലേ. ഇപ്പോൾ ഒരു ഐറ്റം അതാണ് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ്. എന്താണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? മക്കളെ, വിർച്വൽ അറസ്റ്റ് നിങ്ങൾ പലപ്പോഴും കേട്ടത്. ഇപ്പൊ ഈ ഇടയ്ക്കും ഒരു ഇന്നലെ എങ്ങാണ്ട് ഒരു വിർച്വൽ അറസ്റ്റിനെ സംബന്ധിച്ചാണ് ന്യൂസ് കണ്ടായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇന്നലെ ആണെങ്കിൽ അവിടെ ട്രിവാൻഡ്രത്താന്ന് തോന്നുന്നു. അതായത് ഒരാളെ ഡിജിറ്റൽ അറസ്റ്റ് വഴിയാണെങ്കിൽ അയാൾക്ക് 1.18 കോർ, ഓക്കെ, 1.18 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കും അത് വരാം, അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് വരാം. എന്താണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ഈ പറഞ്ഞ ID നമ്പർ ആയിക്കോട്ടെ, ആധാർ കാർഡ് നമ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ പറഞ്ഞ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ചോർത്തിയിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് വഴി എന്താണ് വീഡിയോ കോളോ ഓഡിയോ കോളോ വരും. ഓക്കെ, നിങ്ങൾ ഈ കേസിൽ പ്രതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ കേസിൽ പ്രതിയാണ്, നിങ്ങൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. ഓക്കെ, ഒരു തമാശയുണ്ട്. അതായത് ബീഹാറിൽ ഇതൊരു കേസ് വന്നായിരുന്നു. ബീഹാർ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ്, ഒരു 20 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ എന്താ മയക്കുമരുന്ന് കേസ് പ്രതിയാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവന് കോള് വന്നപ്പോൾ അവൻ പറയുന്നത് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയിട്ട് ലേശം ഒരു വൈറ്റ് ഉപ്പ് മേടിച്ചായിരുന്നു, ഉപ്പ് മേടിച്ചായിരുന്നു. ഉപ്പ് മേടിച്ചപ്പോൾ എന്താണ് അത് വല്ല മയക്കുമരുന്ന് തെറ്റിദ്ധരിച്ച് വല്ലതും കാണുമായിരിക്കും, അല്ലാതെ വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഞാനിങ്ങനെ മയക്കുമരുന്ന് കേസ് പ്രതിയൊന്നുമല്ല, അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, നിങ്ങൾ വല്ല മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞു വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും കേസ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ റിലേറ്റഡ് വല്ലതും ആയിരിക്കും. അതായത് നിങ്ങൾ അതുവഴി കൂടെ പോയി കൊല്ലം കാണുമായിരിക്കും.
ഓക്കെ, ആ സ്ഥലത്തൂടെ വല്ല പോയി കാണുമായിരിക്കും. അപ്പോൾ എന്താണ്, നിങ്ങൾ വല്ല മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കേസ് വരാം. ഓക്കെ, അപ്പോൾ ആ കേസ് ഒരിക്കലും വാലിഡ് അല്ല. അപ്പോൾ ഈ എന്താ ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടോ? ഡിജിറ്റൽ അറസ്റ്റ് എന്ന ഐറ്റം ആണെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ വാലിഡ് അല്ല, ലീഗൽ അല്ല. അതുകൊണ്ട് ഓൺലൈൻ വഴി അറസ്റ്റ് നടക്കത്തില്ല. ഓക്കെ, വല്ല അറസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ നേരെ വന്ന് പോലീസ് വന്നോളും കേട്ടോ, അല്ലാതെ ഓൺലൈൻ വഴി നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. സോ എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക കേട്ടോ. പലരെയും ഒരുപാട് പേരുടെ പൈസ ഞാൻ ഇന്നലെയും ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതാണ്. അതായത് അവരിതുവരെ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്താണ് ഈ വിർച്വൽ അറസ്റ്റ്. ചിലപ്പോൾ അവർക്കൊരു പേടിയായിരിക്കും ഇവിടെ. അതായത് വിർച്വൽ അറസ്റ്റ് വരുമ്പോഴാണെങ്കിൽ എന്നെ ആ മയക്കുമരുന്ന് കേസ് പ്രതിയാക്കുമ്പോൾ ഈ നാട്ടുകാർ അറിഞ്ഞാൽ കുഴപ്പമല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടി അവരുടെ ഉള്ളിൽ കാണും. അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും എന്താണ് പൈസ കൊടുക്കുന്നത്. പൈസ ഇല്ലെങ്കിൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. പൈസ ഇല്ലെങ്കിൽ എന്താണ്, കട്ടാക്കിയിട്ട് അത്രേ ഉള്ളൂ. നീയൊക്കെ വേണം എന്തെങ്കിലും ചെയ്യും, അത്രയും മതിയടേ, നീയൊക്കെ വേണം എന്തെങ്കിലും ചെയ്യും, നീ ചെയ്തിട്ട് എന്തെങ്കിലും പറ ഓക്കെ എന്ന് പറയണം. അത്ര വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഏറ്റവും ലാസ്റ്റ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരു പോലീസുകാരന് വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞു. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് അപ്പം തന്നെ പൊക്കി കേട്ടോ. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ വിർച്വൽ അറസ്റ്റ് പോലത്തെ ന്യൂസുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോളുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്ത് കോളുകൾ വന്നാലും വിർച്വൽ അറസ്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും സൈബർ പ്രോബ്ലംസ് വരികയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് 1930 കേട്ടോ, 1930 എന്ന് പറഞ്ഞൊരു സൈബർ പോലീസിന്റെ നമ്പറാണ്, സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. സോ അതിലോട്ട് വിളിക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത്. ഈ ഗോൾഡൻ ഹവറിലാണെങ്കിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും, പിന്നെ കിട്ടത്തില്ല, പിന്നെ പൊടി പോലും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത പ്രോബ്ലംസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, ആ പ്രോബ്ലംസ് എന്താ മക്കളെ ഈ നമ്പറിൽ വിളിച്ചിട്ട് അപ്പം തന്നെ കംപ്ലൈന്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിരിക്കും കേട്ടോ. യെസ്, ഒരു പൈസ ചിലപ്പോൾ 500 രൂപ പോയാലും അവിടെ കംപ്ലൈന്റ് ചെയ്തോണം കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോക്കാം. ഹറാസ്മെന്റ്. എന്താണ് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഹ്യൂമിലേറ്റിംഗ് കമന്റ്സുകൾ അല്ലേ, നമുക്കാണ് ജെൻഡർ, റേസ്, റിലീജിയൻ, നാഷണാലിറ്റി അതിനെയൊക്കെ ആണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ എന്താണ് ഹറാസ് ചെയ്യുക. നമ്മുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ആണെങ്കിലോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ ആണെങ്കിൽ നീയൊക്കെ ആണെങ്കിൽ വളരെ നല്ല ചില ആൾക്കാരൊക്കെ മറ്റേ രാത്രി എന്നിട്ട് പറയത്തില്ലടാ, ഞാൻ വ്യക്തികളെ പറയുന്നില്ല, രാത്രിയാണെങ്കിൽ നീ വളരെ ഇതാണ് അതാണ് ഓക്കെ പകരം ബോൾട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഇറങ്ങില്ലേ. അതൊക്കെ എന്താണ്, ഹറാസ്മെന്റ് ആണ്, ഒരു വ്യക്തികൾക്ക് ഹറാസ്മെന്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഒരാൾക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള കമന്റ്സുകളോ ചെയ്യാൻ പാടില്ല. റിലീജിയൻസ് ആയിക്കോട്ടെ, ശരീരമായിക്കോട്ടെ, നീ വളരെ തടിയനാടാ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ പാടില്ല. അതൊക്കെ വളരെ കേസ് വരുന്ന ഐറ്റംസ് ആട്ടോ, പറയാൻ പാടില്ല. സൈബർ സ്റ്റാക്കിംഗ് എന്ന് വിളിക്കാറുണ്ട് ഹറാസ്മെന്റിന്. നെക്സ്റ്റ് നോക്കാം, ഇൻപേഴ്സണൈസേഷൻ ചീറ്റിംഗ് എന്ന് വിളിക്കും. മറ്റൊരാളുടെ ആക്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു. അശ്വതി അച്ചു ഓക്കെ, അശ്വതി അച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ചെയ്തിടാ, അതൊക്കെ എന്താണ് ഇൻപേഴ്സണൽ ചീറ്റിംഗ് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, വയലേഷൻ ഓഫ് പ്രൈവസി. നിങ്ങളുടെ ആണെങ്കിൽ അനുവാദമില്ല, നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, വയലേഷൻ ഓഫ് പ്രൈവസി ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വാലിഡ് റീസൺ ഇല്ല, നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കുന്നു, നിങ്ങളുടെ വാട്സ്ആപ്പ് ആക്സസ് ചെയ്യുന്നു, ഒക്കെ എന്താണ് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. നെക്സ്റ്റ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സൻസ് മെറ്റീരിയൽ കേട്ടോ, നിങ്ങളുടെ ആണെങ്കിൽ ഒബ്സൻസ് മെറ്റീരിയൽസ്, കാരണം ഈ പോണോഗ്രഫി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്താണ് വൃത്തിയായിട്ട് ഫോട്ടോസ് ആണുങ്ങളുടെ ആയിക്കോട്ടെ പെണ്ണുങ്ങളുടെ ആയിക്കോട്ടെ ഷെയർ ചെയ്യുന്നു, അത് നമ്മൾ ഇതിന് അണ്ടറിൽ വരുന്നതാണ്. ഇതൊക്കെ തെറ്റാണ്. അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആയിക്കോട്ടെ 6 ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറെ അയക്കുക. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സോഴ്സും കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചോളും, എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തോളും. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക, അങ്ങനെ ഒരിക്കലും ഷെയർ ചെയ്യുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യല്ല, അത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ, അവരൊരിക്കലും മിസ്സാക്കല്. നെക്സ്റ്റ് നോക്കാം, എക്സ്പ്ലെയിൻ IP അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണ്. അപ്പോൾ അതിന്റെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്. IPRനകത്ത് 2 കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് ഉണ്ട് പേറ്റന്റ്. നമുക്ക് പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഒരു ഇൻവെൻഷൻ, നിങ്ങളൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ അതിനൊരു ഗ്രാൻഡഡ് റൈറ്റ് ഓക്കെ, അത് മറ്റൊരാരും ഉപയോഗിക്കാൻ പാടില്ല. ആ ഗ്രാൻഡഡ് റൈറ്റിന് ഉപയോഗിക്കുന്ന പേരാണ് പേറ്റന്റ്. നെക്സ്റ്റ് എടുത്ത് നോക്കുക, എന്താണ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പേര് കമ്പനി ആണെങ്കിൽ തുടങ്ങി ആ കമ്പനിക്ക് ഒരു സൈൻ കൊടുക്കില്ല, മറ്റാരും ആ സൈൻ എന്താണ് ഉപയോഗിക്കില്ല, അത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഈ ഒരു സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഓക്കെ, രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സൈൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അഡൈഡാസിന്റെ ഷൂസ് എനിക്ക് പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കും, അബീബാസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഷൂസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ട്രേഡ് മാർക്കിന് അണ്ടർ വരുന്ന. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അബീബാസിന് ആ ഒരു സൈൻ മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ആണെങ്കിൽ ഇങ്ങനെ ടിക്ക് അത് നയിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ സിമ്പലൊക്കെ വെച്ചാൽ അതാണ് ഇല്ലീഗലാണ്, ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് നോക്കാം,
ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന ഒരു ആസ്തെറ്റിക് ആസ്പെക്ട് ആണ് നമുക്ക് എന്താ ഒരു ഓർണമെന്റൽ ആസ്പെക്ട് ആണ് നമുക്ക് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ് ഉജാലയുടെ ഫിഗറില്ല നമ്മുടെ ഇല്ല പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണയ്ക്ക് എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ഈ പറഞ്ഞ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആ കമ്പനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ ബുള്ളറ്റിന്റെ എന്താണ് ഒരു ഈ പറഞ്ഞ സ്ട്രക്ചർ, അതൊക്കെ എന്താണ് ആ കമ്പനിക്ക് മാത്രമേ അവകാശമുള്ളൂ, വേറെ ആർക്കും അവകാശമില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം ജിയോഗ്രഫിക് ഇൻഡിക്കേഷൻ. നമ്മുടെ ഈ പറഞ്ഞ ഒരു നാടിന്റെ അഥവാ ഒറിജിൻ ഓഫ് പ്ലേസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായ ഒറിജിന്റെ വെച്ചിട്ടാണെങ്കിൽ അതിന് പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് പാലക്കാടൻ മട്ട, ദെൻ കോഴിക്കോട് അലുവ. അപ്പൊ അത്തരത്തിൽ അതിന് പേര് കൊടുക്കുന്നതാണ്, ഇത് സയൻസ് കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ജിയോഗ്രഫിക് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കാം കോപ്പിറൈറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് നമ്മുടെ സ്വന്തം ക്രിയേഷൻ ആയിരിക്കും, അതിന് കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റില്ലേ. നമ്മുടെ സ്വന്തം വീഡിയോ പ്രിന്റ് സൗണ്ട് റെക്കോർഡിങ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ലീഗൽ റൈറ്റ് ആണിത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കിത് എന്താണ് ഒരിക്കലും മറ്റൊരു ലാംഗ്വേജിൽ നമുക്ക് അവകാശമില്ല. കാരണം ഒരു സിനിമ എടുത്താൽ തന്നെ എന്താണ് സിനിമ മറ്റൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, അതിന് പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ അവകാശമാണ് അല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മളാണ് ഒരു വീഡിയോസ് എടുത്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മറ്റൊരു ലാംഗ്വേജ് ആക്കാൻ പറ്റത്തില്ല, അത് കോപ്പിറൈറ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ ഇടുകയാണെങ്കിൽ അത് അപ്പം തന്നെ പറയും അങ്ങനെ ഓഡിയോ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഈ 2 ചാപ്റ്റേഴ്സിൽ. സോ എല്ലാവരും ഇത് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ഇതിലും കൂടുതൽ ഇരട്ടി ക്വസ്റ്റ്യൻസ് നാളെ കൃത്യം 9 മണിക്ക് ഞാൻ വരുന്നുണ്ട് സൂപ്പർ സിസ്റ്റം ആയിട്ട്. എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ അടിപൊളി ക്വസ്റ്റ്യൻസോട് വരുന്നുണ്ട് കേട്ടോ. ആരും ലൈവ് മിസ്സാക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പം ഓക്കെ, ബൈ.